നമസ്കാരം. മലയാളികൾക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ജോമോൾ. ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി മാറിയ താരമാണ് ജോമോൾ. നിറം, എന്ന് സ്വന്തം ജാനിക്കുട്ടി, വടക്കൻ വീരഗാഥ, മയിൽപ്പീലിക്കാവ്, പഞ്ചാബി ഹൗസ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ജോമോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവാഹശേഷം ജോമോൾ സിനിമയിൽ നിന്നും ഒരു ഇടവേളയെടുത്തിരുന്നു. ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും സിനിമയിൽ ചാനൽ പരിപാടികളിലും സജീവമാണ് താരം. വിരലിലെണ്ണാവുന്ന അത്രയും സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും ജോമോൾ എന്ന് കേട്ടാൽ മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിയാണ്. ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതാണ്. ബാലതാരമായി സിനിമാ ലോകത്തേക്ക് എത്തിയ ജോമോളുടെ എന്റെ സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ വേഷം എല്ലാ പ്രശംസയും പുരസ്കാരവും വാരിക്കൂട്ടിയതാണ്. പ്രണയവിവാഹത്തിന് ശേഷം അഭിനയ ലോകത്ത് നിന്ന് മാറി നിന്ന ജോമോളിനെ കുറിച്ച് കുറെ കാലം യാതൊരു വിവരവും ഇല്ലായിരുന്നു. എന്നാൽ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് ആയതോടെ ജോമോളും സജീവമായി. തന്റെ ബേക്കിംഗ് ബിസിനസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഇപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളും ഫോട്ടോകളും എല്ലാം പങ്കുവയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. നർത്തകിയായ ജോമോൾ അഭിനയത്തിലേക്കും തിരിച്ചെത്തി. ജയഗണേഷ് എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധ നേടിയിരുന്നു. കാതൽ ദ കോർ എന്ന ചിത്രത്തിന്റെ ജ്യോതികയ്ക്ക് ശബ്ദം നൽകിയത് ജോമോളാണ്. ഇപ്പോൾ ടെലിവിഷൻ ഷോകളിൽ വിധികർത്താവായും മെന്ററായും എല്ലാം വരുന്നുണ്ട്. അങ്ങനെയാണ് ഫ്ലവേഴ്സ് ചാനലിലെ മ്യൂസിക്കൽ വൈഫ് എന്ന ഷോയിലും എത്തിയത്. പരിപാടിയിൽ പല അനുഭവങ്ങളും ജോമോൾ പങ്കുവയ്ക്കാറുണ്ട്. അക്കൂട്ടത്തിലാണ് നടൻ വിനീത് കുമാറിനെ കുറിച്ച് സംസാരിച്ചത്. വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തിയതാണ് രണ്ടുപേരും. അന്ന് എന്നെ വിനീതിന് പേടിയായിരുന്നു എന്ന് ജോമോൾ പറയുന്നു. എന്റെ സ്വഭാവം കുറച്ച് ടെററായിരുന്നു. മാത്രമല്ല, സിനിമയിൽ ഞങ്ങൾ വിവാഹം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. മാലയൊക്കെ ഇട്ട് വിവാഹം ചെയ്തതിനു ശേഷം ഇനി ഇവൾ ശരിക്കും എന്റെ തലയിലാവുമോ, ഭാവിയിൽ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വിനീത് ഭയന്നിരുന്നു അത്രേ. എന്നാൽ വടക്കൻ വീരഗാഥയ്ക്ക് മുൻപ് വിനീതും ജോമോളും ഒന്നിച്ച് അനഘ എന്നൊരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് എനിക്ക് ജോമോളോട് ഇത്തിരി കുശുമ്പും അസൂയയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വിനീത് പറയുന്നു. അനഘയുടെ ഷൂട്ടിംഗ് സമയത്ത് ഓരോ സീൻ കഴിഞ്ഞാലും അടുത്ത സീൻ ചെയ്യണമെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ജോമോളെ കാണാമായിരുന്നു. അതുപോലെ തന്നെ സീൻ കഴിഞ്ഞാൽ ജോമോൾക്ക് ചോക്ലേറ്റ് കിട്ടും. അന്നൊക്കെ സിമ്പതിയുടെ പുറത്ത് ചെറിയ കഷ്ണം എനിക്ക് കിട്ടിയാലായി എന്നാണ് വിനീത് പറഞ്ഞത്. അനഘയുടെ വടക്കൻ വീരഗാഥ കഴിഞ്ഞ് 26 വർഷങ്ങൾക്ക് ശേഷം കെയർഫുൾ എന്ന VK പ്രകാശ് ചിത്രത്തിലും വിനീത് കുമാറും ജോമോളും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. അഭിനയത്തെക്കാൾ ഇപ്പോൾ സംവിധാന ലോകത്താണ് വിനീത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പവി കെയർ ടേക്കർ എന്ന ദിലീപ് ചിത്രമാണ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്തത്.